എന്നെ BLO വന്നിട്ട് 85 വയസ്സ് കഴിഞ്ഞവർക്കൊരു സൗകര്യമുണ്ട്. എൻ്റെ വീട്ടിൽ ഒട്ടിയ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, ഞാൻ ബൂത്തി വന്ന് വോട്ട് ചെയ്തോളാന്ന് പറയുന്നുണ്ട്. ബൂത്ത് വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കാൻഡിഡേറ്റ് വോട്ട് ചെയ്യണം. അയാൾ MLA ആവും. ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്കറിയില്ല. ഞാൻ ഇത്ര മലയാള പണ്ഡിതനല്ല. കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്, മലയാളികൾ ബുദ്ധിയുള്ളവരാണല്ലോ. അതുകൊണ്ട് ആ ലോകം മുഴുവൻ ഏറ്റവും ഡിമാൻഡും മലയാളിക്കാണ്. അമേരിക്കയിലെ സിലിക്കൺ വാലി വരെ ഏറ്റവും ഡിമാൻഡും മലയാളിക്കാണ്. ലോകത്തെ എല്ലായിടത്തും മലയാളിക്കാണ്. കാരണം നല്ല ബുദ്ധിശക്തിയുള്ളവരാണ്, പുറത്തുപോയി നന്നായിട്ട് സേവനം ചെയ്യുന്നവരാണ്. അവർക്കറിയാം BJP കൊടുക്കുന്ന ഓരോ വോട്ടും ഇടതുപക്ഷം കൊടുത്ത വോട്ടാണെന്ന് അറിയാം. ബുദ്ധിമുണ്ട്. ഏത് LDF? കാരണം പിണറായിയിലെ മുഖ്യമന്ത്രി LDFന്റെ പ്രതീകം പിണറായി അത് വേറെ ഫോട്ടോ കാണാനുണ്ടോ? UDFന്റെ പ്രചാര ബോർഡുകളിൽ എത്ര നേതാക്കന്മാരുണ്ട്? ഇടതുപക്ഷത്തിന്റെ എല്ലാ പോസ്റ്റിലും ഒരേ ആളുകളുണ്ട്. അതങ്ങനെയല്ല. അച്ഛവന്റെ ഫോട്ടോ ഉണ്ട്, എം ഗോവിന്ദനാരുണ്ട്, TV തോമസ് ഉണ്ട്. ഇപ്പോ എല്ലാം പിണറായി. അതുകൊണ്ടാണ് $140 പേരും ജയിച്ചാൽ പിന്നെ പ്രതിപക്ഷം നടത്തില്ലേ? പ്രതിപക്ഷമില്ലാത്ത അസംബ്ലി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ പണ്ടത്തെ പ്രശ്നം ഇപ്പോഴാണോ? അതിനേക്കാൾ എത്രയോ ചെറിയ പ്രശ്നങ്ങളാണ്. കാരണം ഇപ്പോ പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥിയല്ല പ്രശ്നം, ഈ പിണറായി സർക്കാർ ഇറങ്ങിയപ്പോൾ. അതുകൊണ്ടാണ് ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ റെബൽസ് വിമത ശല്യം തീർന്നതോടുകൂടി തീർന്നില്ലേ? തിരുവനന്തപുരത്തുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? വട്ടിയൂർക്കാവിലുണ്ടോ? തിരുവനന്തപുരം സെൻട്രലിലുണ്ടോ? നേമത്തുണ്ടോ? അയൽക്കൂട്ടത്തുണ്ടോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടുകൂടി വിമർശിച്ചവരെല്ലാം ഒന്നായി. കാരണം അവർക്കൊരു ലക്ഷ്യമുള്ളൂ, ഈ സർക്കാർ പോയേ തീരൂ. അവരുടെ വിഷയമാണ്. എന്തോ ഏതായാലും ഞമത്ത് കാറ്റ് മാറി വീശുക. അതുകൊണ്ടാണല്ലോ പരസ്യമായി പോലും SDP-യുടെ സഹായം നിയമത്തെ മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് സ്വീകരിക്കേണ്ടി വന്നത്. കാറ്റ് മാറി വീശുന്നുണ്ടല്ലേ? അപ്പം ശിവൻകുട്ടി CPM അല്ലേ? ശിവൻകുട്ടി CPM അല്ലേ? നിങ്ങളല്ലേ തീർത്ഥത്തെ പത്രക്കാരുള്ളതല്ലേ? നിങ്ങളല്ലേ കണ്ട് ശിവൻകുട്ടി പറഞ്ഞത്? MA ബേബി CPM അല്ലേ? MA ബേബി പറഞ്ഞല്ലോ വോട്ട് കിട്ടിയാൽ സ്വീകരിക്കും, വേണ്ടെന്ന് പറയത്തില്ലല്ലോ. ഇവരെക്കാളൊക്കെ വലുതാണല്ലോ പാർട്ടി സെക്രട്ടറിയേക്കാൾ. ആൾ ഇന്ത്യ പാർട്ടി സെക്രട്ടറിയേക്കാൾ വലുതാണോ കേരളത്തിലെ മുഖ്യമന്ത്രി? അപ്പൊ കേരളത്തിലെ ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടി ആൾ ഇന്ത്യ സെക്രട്ടറിക്കും വിലയില്ലേ? ഞങ്ങൾക്കൊരു തരം ചാഞ്ച. പക്ഷെ G. സുധാകരനൊക്കെ ആർട്ടിസ്റ്റായിട്ട് വിട്ടുപോയത് പിണറായിക്ക് സമനാണ്. വേണമെങ്കിൽ പിണറായിയുടെ നേതാവെന്ന് പറയാം. കാരണം SFIയുടെ ആദ്യ പ്രസിഡന്റാണ്. പിണറായി രാഷ്ട്രീയം തുടങ്ങിയത് വിദ്യാർത്ഥി ഫെഡറേഷനിലാണ്, SF ആണ്.
പക്ഷേ SFIയുടെ ആദ്യ പ്രസിഡന്റ് ജി സുധാകരനാണ്. ആ ജി സുധാകരനൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയോട് യാത്ര പറയാന്ന് വെച്ചാൽ ഈ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിക്കുന്ന അപജയം എന്താണെന്ന് ആലോചിക്കും. തിരുത്താൻ ആരുമില്ല, അതാ പ്രശ്നം. സ്വയം വിമർശനവും പരസ്പര വിമർശനവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പരിപാടി. വിമർശനമില്ല. ഓരോരുത്തരും പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നില്ല, അതിലേക്ക് കടക്കണില്ല. ഇനി നമുക്ക് നിർത്താം. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.